പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. യേശു കർത്താവിൻ്റെ കല്ലറയിലേക്ക് മത്തലിക്കരയെ മറിയും യാക്കോബിൻ്റെ അമ്മ മറിയും കൂടി കല്ലറയിലേക്ക് പോവുകയാണ്, സുഗന്ധവർഗ്ഗം കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവർ പറയുകയാണ്, എന്തെന്ന് വെച്ചാൽ ആമേൻ, യേശുവിൻ്റെ കല്ലറിൽ തെളിക്കേണ്ട കല്ലറ ഈ സുഗന്ധവർഗ്ഗം, ആമേൻ, എന്ത് ചെയ്യാൻ പോവുക, ആമേൻ, കല്ല് മാറ്റണം എന്നാൽ തെളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കല്ല് ഞങ്ങൾക്ക് വേണ്ടി ഉരുട്ടി മാറ്റുമെന്നുള്ളൊരു പ്രയാസത്തോടു കൂടി അവർ കടന്നു പോവുക. അപ്പോൾ കല്ല് ഭയങ്കര വലിയ കല്ലാണ്, പക്ഷേ അത് ഉരുട്ടി മാറ്റാൻ ഇവർക്കും പറ്റത്തില്ല, ഇവരെ കൊണ്ട് കഴിയത്തില്ല. പക്ഷേ ഇവരുടെ ചിന്ത എവിടേക്കാണ്? ഇവരാരും നനച്ചിട്ട് പോകണം, യേശുവിനെ നനച്ചിട്ട് പോകണം, യേശു കർത്താവിനെ നനച്ചിട്ട് അവർ പോകുന്നത്. ആമേൻ, യേശുവിൻ്റെ കല്ലറയിലെത്തി ഈ സുഗന്ധവർഗ്ഗം തളിക്കണം. അവരുടെ മനസ്സിൽ മുഴുവൻ യേശുവാണ്, കർത്താവിനെ ഓർത്തിട്ടാണ് പോകുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, യേശുവിനെ ഓർത്തിട്ട് പോകുന്നവൻ്റെ ജീവിതത്തിൽ പരാജയമല്ല വരാൻ പോകുന്നത്, വിജയമാകുന്നത് വരാൻ പോകുന്നത്. യേശുവിനെ ഓർത്തിട്ട് പോകുന്നവനെ, യേശുവിനെ ഓർത്തിട്ടുള്ളവൻ്റെ ജീവിതത്തിൽ ആമേ ഏത് തകർച്ചയാണെങ്കിലും ഏത് പരാജയമാണെങ്കിലും ആമേ സ്തോത്രം, അതുപോലെ വിജയകരമാകാൻ പോവുകയാണ്. കാരണം ഇവർ അവിടെ കടന്നു പോയപ്പോൾ ഇവിടെ മുമ്പിൽ ആമേ എന്തില്ല, ആ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. കാരണം എന്ന് ചോദിച്ചാൽ യേശുവിനെയാണ് അവർ ഓർത്തിട്ട് പോയത്. യേശു കർത്താവിനെ ഓർത്തവൻ്റെ ജീവിതത്തിൽ എത്ര വലിയ കല്ലുണ്ടെങ്കിലും അത് ഉരുട്ടിക്കളയുവാൻ ദൈവം ശക്തനാണ്. ഇന്ന് കർത്താവിനെ നനച്ചുകൊണ്ട് കർത്താവിനെ ഓർത്തുകൊണ്ട് നിങ്ങൾ എന്തെല്ലാം കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന് നടുവിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രതികൂലങ്ങൾ ഉണ്ടാകാം, വലിയ പ്രതിസന്ധികൾ ഉണ്ടാകാം, വലിയ കടഭാരങ്ങൾ ഉണ്ടാകാം, വലിയ കുടുംബ തകർച്ചകൾ ഉണ്ടാകാം. പക്ഷെ ഇതിനൊന്നും പരിഹാരം കാണാതിരിക്കുന്നെങ്കിൽ യേശുവിനെ ഓർത്തുകൊണ്ട് യേശുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നീ ഓരോന്നിലേക്ക് സ്റ്റെപ്പ് വെക്കുന്നെങ്കിൽ അവിടെ നിന്റെ പരാജയമല്ല കാണാൻ പോകുന്ന വിജയമാണ്. നിന്റെ തടസ്സങ്ങൾ മാറിപ്പോകാൻ പോകുക. കർത്താവിനെ ഓർത്തുപോയ മത്തലിക്കരെ മറി യാക്കോവിന്റെ അമ്മ മറിയിക്കും ആമെ തടസ്സം നേരിടേണ്ടി വന്നില്ല. കാരണം അവർ ചെന്നപ്പോൾ അത് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നത് കാണുവാൻ ഇടയായ പോലെ ഇന്ന് കർത്താവായ യേശുവിനെ സേവിച്ചുകൊണ്ട് അവന്റെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കുന്ന ദൈവത്തിലെ നിന്റെ ജീവിതത്തിലുള്ള തടസ്സങ്ങൾ ഇന്ന് പകലിൽ മാറാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിലുള്ള ചില വലിയ പ്രതികൂലമാകുന്ന ചില കല്ലുകൾ ഇത് ഉരുണ്ട് മാറാൻ പോവുകയാണ്. നീ വിശ്വസിച്ചോ? യേശുവിനെ വിശ്വസിച്ച് മുന്നോട്ട് സ്റ്റെപ്പ് വെക്കുന്നെങ്കിൽ, നിന്റെ യേശുവിനെ ധ്യാനിച്ചുകൊണ്ട് നീ മുന്നോട്ട് സ്റ്റെപ്പ് വെക്കുന്നെങ്കിൽ സകല പരാജയങ്ങളെയും ഇന്ന് പകലിൽ മാറിപ്പോകാൻ പോകുക. നിന്റെ ജീവിതത്തിൽ നാളുകളായി നീ അനുഭവിക്കുന്ന ചില ഭാരങ്ങള് യേശു ക്രിസ്തു നീക്കാൻ പോവുക. കാരണം യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് പോകുന്നവനെ ആരെയും ലജ്ജിച്ചു പോകത്തില്ല. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, അവനിലേക്ക് നോക്കിയവർ എല്ലാവരും പ്രകാശിതരായി, അവിടെ അവൻ ലജ്ജിച്ചു പോയിട്ടില്ല. അങ്ങനെയെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറയട്ടെ, നീ യേശു ക്രിസ്തുവിന്റെ മുഖത്തിലേക്ക് നോക്കി യാത്ര ചെയ്യുന്നെങ്കിൽ നീ ലജ്ജിച്ചു പോകില്ലെന്ന് ഞാൻ ആത്മാവിൽ ഒരു പ്രവചനം വിളിച്ചു പറയട്ടെ.